കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. നാളെയോ മറ്റന്നാളോ ഞാൻ ഇവിടുന്ന് പോകും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു. ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോകണം. അതിന് സാബർ കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാബർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്ന് പുറത്തു പോയി ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാളത്തേക്കും മറ്റന്നാളത്തേക്കും 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യണം. ഒന്നെങ്കിൽ നാളെ 10 മണി, അല്ലെങ്കിൽ രാവിലെ, അതായത് അടുത്ത സൺഡേ രാവിലെ ഏർലി മോർണിംഗിൽ ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഫ്ലൈറ്റ് നമുക്ക് നോക്കാം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കൺഫേം ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം. എന്തായാലും സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അതിന് വാങ്ങിക്കാൻ വേണ്ടി നമുക്കിനി പോകാനുള്ളതാണ്. അപ്പോൾ അത് നോക്കാം. നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോവുക. അച്ഛനും അമ്മയും ഒരു വണ്ടിയിൽ, ഞാനും നന്ദുവും ഒരു വണ്ടിയിൽ. അപ്പോൾ ഈ ഓരോ സാധനങ്ങളൊക്കെ ഇനി വാങ്ങിക്കാറുണ്ട്. കുറച്ചധികം സാധനങ്ങൾ ചിലപ്പോൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ പോവുക. 2 വണ്ടിയിലായിട്ടങ്ങ് വിടാൻ പോവുക. അപ്പോൾ ഇനി എത്തിയിട്ട് കാണാം. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മന്തി കഴിക്കാം. അതുകൊണ്ട് മന്തി മത്സരത്തിലോട്ട് വന്നു. ഞാൻ കൊച്ചിന് ആദ്യം കാണുന്നത്. ഓ നമ്മൾ മസാല ഷവായി എന്തായിരുന്നു സ്പൈസി മന്തി ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ രണ്ടാം കൂടി സ്റ്റുഡിയോയിൽ വന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ 1-2 ഷോപ്പുകളിലൂടെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞ് വേറെ 2-3 ഷോപ്പുകളിലും കൂടെ കയറി കുറച്ച് ഡ്രസ്സും കൊണ്ട് എടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോയി. A few moments later. അയ്യോ ഒന്നും പറയണ്ട. ഞങ്ങൾ ഇവിടുന്ന് പോയി ഫുഡ് കഴിച്ച് അവിടുന്ന് അങ്ങോട്ട് പിന്നെ അങ്ങ് തിരക്കായിരുന്നു. ഭയങ്കര റഷായിപ്പോയി. ഫുള്ള് ഒരുപാട് കടകളിൽ കയറണമായിരുന്നു. അങ്ങനെ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് വ്ളോഗ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നും പറയണ്ട, വല്ലാത്ത തിരക്കും കാര്യങ്ങളും ആയിപ്പോയി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി, അവിടെ നിന്ന് കഴിച്ചിട്ട് തിരിച്ചിറങ്ങി ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിൽ പോയി. സ്റ്റുഡിയോയിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോന്ന് സെലക്ട് ചെയ്യുന്നതിൻ്റെയും ഒക്കെ മൊത്തത്തിൽ ഫുള്ള് കുളമായിരുന്നു. അങ്ങനെ കുറച്ച് അവിടുന്ന് വാങ്ങി. അതിനുശേഷം ഞങ്ങൾ
തിരിച്ചിറങ്ങി. അവിടുന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് വേറൊരു കടയിൽ കയറി. അവിടുന്ന് 2 ഷർട്ടും പിന്നെ അച്ഛനൊരു ഷർട്ട് എടുത്തു. പിന്നെ ബെൽറ്റൊക്കെ വാങ്ങിക്കണമായിരുന്നു. ടീഷർട്ടുകളും പിന്നെ 2 ട്രാക്ക് സ്യൂട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു, അവിടെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഫുള്ള് ട്രാവലിങ് കാര്യങ്ങൾ. ഇപ്പം എൻ്റെ കോലം കണ്ടില്ലേ, ഒന്ന് മുഖം പോലും കഴിയിട്ടില്ല. വന്ന് ഡ്രസ്സൊന്ന് മാറി അപ്പോഴേ കിടന്ന് ഞാൻ ഒന്ന് ഫ്രഷ് ആവണം. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നമ്മുടെ കുറച്ച് ബ്രഷും പേസ്റ്റും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. സോപ്പ് വാങ്ങിക്കണം, പിന്നെ സോക്സ് വാങ്ങിക്കണം. ഷൂസിലിപ്പോൾ ഉണ്ട്, സോക്സ് വാങ്ങണം. സോക്സ് കുറച്ച് വാങ്ങണം, ഉള്ളതൊക്കെ ചെയ്തേ. അങ്ങനെ ഫുള്ള് കുളമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു. വയ്യ, ഇരിക്കാനൊന്നും വയ്യ, കിടക്കുവാ ഞാൻ, എനിക്ക് വയ്യ. ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. പിന്നെ രാവിലെ 5:10 ട്രെയിൻ ഫ്ലൈറ്റ് വരുന്നത്. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിന് മാത്രമേ വരത്തുള്ളൂ, ഫ്ലൈറ്റൊന്നും വായിൽ വരത്തില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ പരിപാടി സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അതിൻ്റെ എല്ലാം ഒരു കോപ്പി എടുത്ത് കൈ വെച്ചേക്കണം. ഒരു ബാഗ് കൂടെ വാങ്ങിച്ചു, ഹാൻഡ് ബാഗ് കൂടെ വാങ്ങിച്ചു. അതൊന്നും ലാപ്പും കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചേക്കാമല്ലോ, പിന്നെ ഡോക്യുമെൻറ്റ്സൊക്കെ അതിൽ കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പൊട്ടിച്ച്. അപ്പോൾ വന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുക. ഇനി വൈകിട്ട് എന്താ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, നോക്കണം. ബാക്കി ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, ഫ്രഷായിട്ട് വരാം. ഇരിക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ഞാനൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ ഇത്ര നാൾ ഇവിടെ വെറുതെ ഇരുന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്ന ഈ ഒരു കലാവിരുത്. വെറുതെ നല്ല കഴിഞ്ഞാൽ ചാരി ഇരുന്ന് നമ്മളിവിടെ ഇങ്ങനെ സിനിമയും കണ്ട് ചാരിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്ന് ഇവിടുത്തെ പെയിൻ്റ് ഇത്രയായിപ്പോയി. ഞാൻ അതുപോലെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഞാൻ എങ്ങനെയാണ് ഈ വീട്ടിലിരുത്തിയിരുന്നു. അപ്പോൾ അവിടെ ചാരി ഇരുന്നിട്ടായിരിക്കും മിക്കപ്പോഴും ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ സിനിമ കാണുന്നതൊക്കെ. അപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അതിൻ്റെ തെളിവാണ് ഈ കാണുന്ന സംഭവം. കുളിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ മുടി വെട്ടിയിട്ട് വന്നിട്ട് കുളിക്കാമെന്ന്. കോലം കണ്ടിട്ട് എന്തായാലും നാളെ പോകില്ലേ, അപ്പോൾ പോകുമ്പോൾ കുറച്ച് മെനയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് എടുക്കണം. അപ്പോൾ മുടി വെട്ടണം. മുടിയും ഒക്കെ വെട്ടി ഇതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വേറൊരു ലുക്കിൽ നീക്കാം. അപ്പോൾ ഞാനും നന്ദു ഇവിടെ വന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പുറത്തൂടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ആൾ മാറുന്നതനുസരിച്ച് ഞങ്ങൾ അകത്തോട്ട് കയറിയിരുന്നു. ഷേവ് ചെയ്യണം എന്ന് ഞാൻ കരുതിയില്ല, ജസ്റ്റ് ട്രിം ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ പിന്നീട് വിചാരിച്ച് എന്നാൽ പിന്നെ ഫുൾ എടുത്തേക്കാന്ന്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ താടി ഫുൾ എടുക്കണേ. അവിടെ ഞങ്ങൾ അപ്പുറത്തെ ബേക്കറിയിൽ കയറി. അവിടെ നിന്ന് നന്ദൊരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസും കുടിച്ചു. ഞാനൊരു സർബത്തും വാങ്ങിച്ചു. അതും വാങ്ങി കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഈ ലുക്കിൽ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുള്ളവരും എങ്ങനെയുണ്ട്? അങ്ങനെ താടി പോയി. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗ് ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ പോയി ഫ്രഷ് ആവണം, കുളിക്കണം. ഓരോരുത്തരെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അധികം സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്നാൽ ആവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ചെങ്കിലും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡിസ്ലൈക്കല്ല, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ഇനിയും വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നാളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.